അപ്പോൾ തുടങ്ങാം. കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ്. ഒന്ന് വിലയിരുത്തണേ. ന്യൂയോർക്കിൽ ട്രംപിന് ലഭിച്ചതുപോലൊരു തിരിച്ചടി ബീഹാറിൽ മോദിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കാണാനിരിക്കുന്നത്. ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മംദാനിയുടെ നിലപാടുകളെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവുമായി ചേർത്ത് വായിച്ച് തോമസ് ഐസക്. ഈ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളാണ് ഇന്നത്തെ കവലക്കസർത്ത്. ഒരു കമൻ്റ് ഇങ്ങനെയാണ്: പറഞ്ഞ കാര്യം ട്രംപ് അറിയണ്ട, അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇവനല്ലേ കിലോയ്ക്ക് 45 രൂപയ്ക്ക് കേക്കോഴി കൊടുക്കാമെന്ന് പറഞ്ഞത്? പിന്നെ UPI മീൻകാർ കൊണ്ട് നടക്കുമോ? ഡിജിറ്റൽ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് നടന്ന കമ്മി. 45 രൂപ ക്രെഡിറ്റായി, നന്ദിയുണ്ടേ. തോമസ് അങ്കിൾ ബീഹാറിൽ മത്സരിച്ച് BJPയെ തോൽപ്പിക്കാൻ നോക്ക്, പാചകം അടിക്കാതെ. അങ്ങനെ മാത്രം പറയരുത്. മുയലിന് ക്യാരറ്റ് കിട്ടിയ പോലത്തെ ചിരി. എന്താ അല്ലേ? ഈ സാമ്പത്തിക വിദഗ്ധൻ ഓൺലൈൻ പേയ്മെൻറ്റ് സാധാരണ ജനം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം പുള്ളി ഓൺലൈനില്ല. കഴുത കാമം കരഞ്ഞു തീർക്കും. കയറുപിരി ശാസ്ത്രജ്ഞ ബംഗാളും ത്രിപുരയും കയ്യിൽ നിന്ന് പോയി. അത് തിരിച്ചു പിടിക്കാനല്ല ഉത്സാഹം. ബീഹാറിൽ BJP തോറ്റു കാണാനാ മോഹം. ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോൾ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലല്ലാതെ ബീഹാറിൽ ചെങ്കൊടി കാണുമോ സഖാവേ? ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഒരു കമൻറ്റ്: ട്രംപ് ഒരു കൺട്രിയുടെ പ്രസിഡൻ്റാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ മേയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണം, മേയർ ആര്യ രാജേന്ദ്രനും പ്രൈം മിനിസ്റ്റർ മോദി സർക്കാരും തമ്മിലുള്ള ഡിഫറൻറ്റ്. അമേരിക്കൻ പ്രസിഡൻ്റ് എവിടെ? ഒരു സിറ്റി മേയർ എവിടെ? ചുമ്മാ കാര്യം അറിയാതെ ആട്ടം കാണരുത്. ഇതാ പറയുന്നത്, കഥയറിയാതെ ആട്ടം കാണരുത് എന്ന്. ചത്തിട്ടില്ല എന്നറിയിക്കണം, അല്ലേടാ? ചത്തോന്നറിയാൻ വന്നതാണോടാ? ഒരു കമൻ്റ് ഇങ്ങനെയാണ്: പോടെ പോടെ വിവരദോഷി, കയറ് പിരി. പിരി പോയോ? അണയാൻ പോകുന്ന വിളക്കിലെ തിരി. അവസാനത്തെ നടക്കില്ലാത്ത ആഗ്രഹങ്ങൾ അയവിറക്കി നടക്കും. കനലൊരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ. അല്ല, ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു പോക്കടിയുമില്ല, പിന്നെ എവിടെ പോയി? പുതിയാപ്പിള കോൺഗ്രസ് തകരാനാണല്ലോ ആഗ്രഹിക്കുന്നത്. പിന്നെ എങ്ങനെ BJP തോൽക്കും? പുയ്യാപ്പിള, നീ എന്തിന് വയ്യാത്തൊരങ്ങറിന് കയ്യാങ്കളി കൂട്ടുന്നടോ? മറ്റൊരു കമന്റ്: ഊട്ടീച്ച, ബീഹാറിൽ നിയമസഭ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിന് ആഗ്രഹം നല്ലതാ, പക്ഷേ നടക്കണ്ടേ? സ്വന്തം പാർട്ടി രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടത് പോലും അറിഞ്ഞില്ല. രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ വാഴ്ത്താളം പറയാനല്ലാതെ ആണുങ്ങളെപ്പോലെ അവിടെ മത്സരിച്ച് കാണിക്കൂ. ഓ, ശരിയാണല്ലോ, അവിടെ നിങ്ങളെ പാർട്ടി ഇല്ലല്ലോ. വല്ലവനും വേണ്ടി കൊള്ളൂത്ത് നടത്തുന്നു. കുഴലൂതും കണ്ണനുക്ക് കുയിൽ പാടും പാട്ട് കേക്കുതാ കുക്കു കുക്കു. ഒരു കമൻറ്റ്: ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്തായി? ഇയാൾ വല്ലതും അറിയുന്നുണ്ടോ? മോദി പ്രധാനമന്ത്രിയല്ലേ? ബീഹാറിൽ നിയമസഭാ ഇലക്ഷൻ അല്ലേ? പൊട്ടം കൊണാപ്പ സഖാവേ, കിളി പോയോ? അല്ല, ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ഇങ്ങേര് പത്തനംതിട്ടയിൽ തോറ്റത് നന്നായി, അടപടലം തോറ്റമ്പി. ആർക്ക് എവിടെ തിരിച്ചടി നേരിട്ടാൽ ഇങ്ങേർക്കെന്ത്? ഇവിടെ ഇട്ടാവട്ടത്തിലെ കറക്കമേ തനിക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഭൂമി കറങ്ങുന്നുണ്ടോടാ? ഉണ്ടേ. അപ്പോൾ സാറ് പറഞ്ഞത് നേരാണോ? ആണേ. നെക്സ്റ്റ് കമൻറ്റ്: തീർച്ചയായും ഉണ്ടാകും. ത്രിപുരയിൽ CPMന് കിട്ടിയതുപോലെ, തൃശ്ശൂരിൽ കിട്ടിയതുപോലെ. കാത്തിരുന്നോ? കാത്തിരുന്ന് ഉറങ്ങരുത്. ബാബി കൊച്ചുകുട്ടിയല്ലേ, പലതും പറയും. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമുട്ടായി ഡായ് ഡായ്. അല്ല, ഇന്ത്യയിൽ കുടിയേറ്റക്കാരില്ല തോമസേ? കുടിയിറക്കക്കാരുണ്ടോ അനിയ? അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ താനൊക്കെ പൊറോട്ട അടിക്കാൻ ബീഹാറിലോ UPയിലോ പോകേണ്ടതാണ്.
ബാഗൊക്കെ ശരിയാക്കി വെച്ചോ. അത് വിട്, അവിടെ ഉള്ളവർ മൊത്തം ഇവിടെയാ പൊറോട്ട അടി. പെട്ടെന്ന് എണീറ്റു. അപ്പോഴാണ് നേരം വെളുത്തു എന്നറിഞ്ഞത്. സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ഒരു കമന്റ് ഇങ്ങനെയാണ്: വന്നല്ലോ വനമാല, വന്നല്ലോ വന്നല്ലോ വനമാല, വന്നല്ലോ വസ്ത്രവർണ്ണങ്ങൾക്ക് ശോഭ കൂട്ടാൻ. എവിടായിരുന്നു ആശാനെ? ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അതാണ് മാളത്തിൽ നിന്നും പുറത്ത് ചാടിയത്. അനിയാ, ആശാൻ അടവ് തെറ്റില്ല. വേറൊരു കമൻറ്റ്: ബംഗാളിലും ത്രിപുരയിലും CPM കിട്ടിയതുപോലെ എന്ന് പറയാൻ എന്തേ സഖാവേ ഒരു നാണം? നാണമില്ല, മാനമില്ല. അവസാനത്തെ കമൻ്റ് ഒരു പാട്ടാണ്: വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അപ്പോൾ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ്. കവലയിൽ വീണ്ടും കാണാം. എല്ലാവരും ഓക്കെ അല്ലേ? ബൈ ദ ബൈ, ഓൾ ദ ബെസ്റ്റ്.